സോ ഇവിടെ ദാരയും വൂവും ഒരു മുറിയിൽ ചെലവിടുന്നതിനോട് തനിക്ക് താല്പര്യമില്ല, തനിക്കത് ഇഷ്ടമല്ല എന്ന് യാങ് പെട്ടെന്ന് പറയുമ്പോൾ വൂ ആണെങ്കിൽ അല്ല അങ്ങനെയല്ല, ഞാൻ വേറെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും കണ്ടാൽ അത് സംശയിക്കില്ലേ, അത് ദാരിക്ക് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഇവള് ഓ നിങ്ങൾ അത്ര പെർഫെക്ഷനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒന്നും ഇടാതെ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് എന്റെ കൺമുന്നിലുള്ളത് വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ പെട്ടെന്ന് കിസ് ചെയ്യുന്നത്. അത് ഹിയു കാണുന്നതൊക്കെ അപ്പോഴാണ് ദാരിയും അങ്ങോട്ടേക്ക് വരുന്നത്. സോ അവർ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കാണിക്കാതെ ഹിയു ആണെങ്കിൽ പെട്ടെന്ന് പോയി ഇവളെ പിടിച്ച് തിരിച്ചു നിർത്തുകയാണ്. പക്ഷെ ദാരി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ എന്ത് പറ്റി, എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ യഥാർത്ഥ കാരണം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ഒരു വലിയ വണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങനെ കണ്ണിൽ വന്ന് അടിച്ചാൽ നല്ല പണി കിട്ടും, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നൈസിന് അവളെ പേടിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ കിസ് ചെയ്തിട്ട് ഇവനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വൂ ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കാണ്. പക്ഷെ ഇവളാണെങ്കിൽ ഇവനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ, നിങ്ങൾ ഇന്ന് ഫുള്ള് ഒരു പ്രത്യേക നോട്ടത്തിലാണ് ധാരിയെ നോക്കിയത്, പക്ഷെ അവൾ അത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അവളോട് തുറന്നു പറഞ്ഞോടാ എന്ന് ചോദിക്കാണ്. ഇവൾക്ക് മനസ്സിലായി ഇവന് ധാരിയോട് ഉള്ളത് വെറും ആക്ടിംഗ് ആയിട്ടുള്ള ഫീലിംഗ്സ് അല്ല യഥാർത്ഥമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിംഗ്സ് അവൾ അറിയിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വൂം ഇവളോട് അത് അതിനു വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ളതൊന്നും ആയിരുന്നില്ല, ഞാൻ അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നാളായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യാങ് അപ്പോ നിങ്ങൾ അവളോട് നിങ്ങളുടെ ഇഷ്ടം പറയാത്തത് അവളെ പേടിച്ചിട്ടാണല്ലേ, അവളെ റിജക്ട് ചെയ്യുന്നത് പേടിച്ചിട്ടാണല്ലേ, മനസ്സിൽ പൂട്ടി വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാനിപ്പോ നിങ്ങളോട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ വേണം എന്ന് പറയുമ്പോൾ ഇവൻ എനിക്ക് നിന്നോട് അതിനു വേണ്ടിയിട്ടുള്ള ഫീലിംഗ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ യാങ് ഒരുപാട് സമയമുണ്ട്, നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം, പക്ഷെ തയ്യാറായിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം തിരിച്ച് ഇവനും അകത്തേക്ക് വന്ന് ദാരി അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ ആ സമയത്ത് അവളും അവിടെ ഇല്ല, അതുപോലെ തന്നെ ഹിയും അവിടെ ഇല്ല. ഹിയു ആണെങ്കിൽ ഇപ്പൊ ഇവളെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ ഒരു ബെഞ്ചിൽ വന്ന് ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ എങ്ങനെ ആ ഒരു കാര്യം ഇവളോട് പറയണം എന്നറിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നും അറിയില്ല, കാരണം മുന്നേ തന്നെ ഇവൾക്ക് വലിയൊരു ചതിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അന്ന് ഇവള് ആ ഒരു ബീച്ചിൽ വെച്ച് ഇവനോട് യഥാർത്ഥ പ്രണയമൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവനാണ് തീർച്ചയായും യഥാർത്ഥ പ്രണയമുണ്ട്, പക്ഷെ യഥാർത്ഥ പ്രണയം കണ്ടെത്താനായിട്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. സോ ഇവനിപ്പോ അത് മാറ്റി പറയാണ്, നീ അന്ന് പറഞ്ഞത് വളരെ ശരിയാണ്, യഥാർത്ഥ പ്രണയമൊന്നും ഈ ലോകത്തില്ല, എല്ലാവരും പരസ്പരം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രണയം നടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അന്ന് പറഞ്ഞത് തീർച്ചയായും ശരി തന്നെയാണ്, യഥാർത്ഥ പ്രണയമൊക്കെ ഉണ്ട്, നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവൻ അതിനോട് യോജിക്കുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇവൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെ ഇവളോട് പറയണമെന്ന് അറിയില്ല, ഇവൾ എന്തെങ്കിലും അബദ്ധം പോയി ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ യഥാർത്ഥ കാര്യങ്ങളെ ഇവരെ അറിയിക്കുന്നില്ല. അപ്പോൾ തന്നെ വൂ ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദാരി ഞാൻ പുറത്തുണ്ട്, കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വന്നതാണ്, ദേ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയാണ്. അതൊന്നും തന്നെ ഇവന് ഇഷ്ടപ്പെടുന്നില്ല, കൂടെ നിന്ന് ചതിച്ചിട്ടാണല്ലോ ഈ ഒരു കെയറിംഗ് ഒക്കെ കാണിക്കുന്നത് എന്ന രീതിയിൽ. അതിനുശേഷം എല്ലാവരും അവർക്ക് എടുത്തിട്ടുള്ള ആ ഒരു മുറികളിലേക്ക് പോകാൻ എടുത്തു തുടങ്ങുകയാണ്. വൂവും ദാരിയും ഒരുമിച്ച് ഒരു മുറിയിലാണല്ലോ, പക്ഷേ അവളാണെങ്കിൽ വൂവിനോടൊപ്പം പോകുന്നത് ഒട്ടും തന്നെ ഹിയോന് സഹിക്കുന്നില്ല. മുന്നേ ആയിരുന്നെങ്കിൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് വിചാരിക്കായിരുന്നു, പക്ഷെ ഇപ്പോ വൂ അവളെ ചതിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവന് ഒട്ടും അത് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ മുറിയിൽ വന്നിട്ട് ഇവന് ഒരു സമാധാനവും കിട്ടുന്നില്ല, അവളോട് പറയാനും പറ്റുന്നില്ല, അവന്റെ ആ ഒരു സ്വഭാവം അറിയിക്കാനും പറ്റുന്നില്ല, ഇവനായിട്ട് അതിലൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിന്നാണെങ്കിൽ ഇവന്റെ ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നിനക്ക് എന്ത് പറ്റി, നീ എന്തായി കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹിയോ ഇതിപ്പോ തന്നെ യാങ്ങിനോട് പോയി ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇവൻ യാങ്ങിന്റെ റൂം ചോദിക്കുന്നു, എന്നിട്ട് പോകാനും തുടങ്ങുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അവളെ കൂടെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. സോ ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ യാങ് ആണെങ്കിൽ റൂമിൽ വന്നിട്ട് നല്ലോണം മതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോഗ്രാഫറിന് എങ്ങനെ ഇത്രയും സൗന്ദര്യം വന്നത് എന്ന് പറഞ്ഞ് ഇവൾക്ക് വൂ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം കിട്ടുന്നില്ല, അവന്റെ മനസ്സിലിപ്പോ ദാരിയോടുള്ള ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അവന്റെ മനസ്സിൽ കയറി പറ്റാൻ. അപ്പൊ ഇവിടെ ദാരി ആണെങ്കിൽ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് വൂ ആണെങ്കിൽ ഇവൻ അറിയാതെ തന്നെ ഇവന്റെ ഫീലിങ്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ വന്ന് ഒരു മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കുടിക്കുകയാണ്. സോ അത് കണ്ടു വൂ അല്ല നിനക്കെന്താ അസുഖം എന്ന് ചോദിക്കുമ്പോൾ ഇവള് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനാണ്, മാത്രമല്ല ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് കുറയ്ക്കാൻ ഈ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ നീ ശരിക്കും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തീർച്ചയായും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളോട് ബെഡിൽ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നു, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുമ്പോൾ ദാരി ഇവര് കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നീ തറയിൽ കിടക്കുന്ന കാര്യമൊന്നുമില്ല, ബെഡിൽ കയറി കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവനത് കുഴപ്പം ആയതുകൊണ്ട് തന്നെ ഇല്ല അത് ശരിയാവില്ല, നമ്മളിപ്പോ മുതിർന്നവരല്ലേ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവൾ അത്രയും ഹൈ ലെവലിലോട്ടൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. സോ അവരങ്ങനെ താഴെ മുകളിലായിട്ട് കിടന്ന് ഉറങ്ങാണ്. പക്ഷെ വൂവിനാണെങ്കിൽ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ഇവളോട് നിനക്ക് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം, ഒരു ഹസ്ബൻഡ് എന്നല്ലാതെ ഒരു പുരുഷനായിട്ട് നീ ഏത് രീതിയിലാണ് എന്നെ കാണുന്നത് എന്ന് ഇവളോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് ഷോക്ക് ആവുകയാണ്.
ഇവനും വിചാരിക്കുന്നത് ഇവൾക്ക് ഇവ പറയുന്നതിന്റെ ആ ഒരു പൊരുൾ മനസ്സിലാവും എന്നാണ്. പക്ഷെ ഇവളാണെങ്കിൽ അത് കേട്ടിട്ട് പെട്ടെന്ന് നിന്നോട് ആർക്കെങ്കിലും ക്രഷ് ഉണ്ടോ, ആ യാങ്ങിനാണോ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോ ഇവന്റെ പ്രതീക്ഷ എല്ലാം താറുമാറാവുകയാണ്. ഇവൻ ഉദ്ദേശിക്കുന്നതല്ലല്ലോ ഇവൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ല ഒന്നുമില്ല, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവനും കിടന്നുറങ്ങുന്ന പോലെ കിടക്കാണ്. അതുപോലെ തന്നെ ഹിയോനാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ ആ വ്യക്തിയുടെ ഹസ്ബൻഡ് എന്ന് ഇവൻ വിചാരിക്കുന്ന ആള് ചതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാരിക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല എന്ന് ഇവൻ അറിയാം. പക്ഷെ ഇവനായിട്ട് അത് പറയണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇവനായിട്ട് ഒരു കുടുംബജീവിതം തകർക്കുന്നത് പോലെ ആവുമല്ലോ അവിടെ. അതുപോലെ തന്നെ വൂനും തീരെ ഉറക്കം വരുന്നില്ല. സോ ഇവൻ നോക്കുമ്പോൾ ദാരിയുടെ പുതപ്പും കാര്യങ്ങളൊക്കെ മാറിക്കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഇവനും അത് നല്ലോണം ഇട്ട് കൊടുക്കുന്ന വഴിക്ക് ഇവരാണെങ്കിൽ ഫേസ് ടു ഫേസ് അടുത്ത് വരികയാണ്. പക്ഷെ അവൾ ഉറങ്ങാണ്. എന്നാൽ ഇവനാണെങ്കിൽ ഇവന്റെ ഓരോ ഫീലിങ്സും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓ ഞാൻ എന്തായി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ രണ്ടുപേരും ഇപ്പോ അപ്പുറോ ഇപ്പുറോ നിന്നാണ് ഒരേ ആൾക്ക് വേണ്ടി വേദനിക്കുന്നത്. രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് എല്ലാവരും തിരിച്ച് ഓഫീസിലെത്തിയിരിക്കുകയാണ്. എന്നാൽ ഹിയോനാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒരു വലിയ രഹസ്യം ഇവന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും കറക്റ്റ് ദാരുവാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇവളെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവാണ്. അവളൊരു ഫയലോ സംതിങ് കൊടുക്കാനായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇവനും അത് അവിടെ എങ്ങാനും വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ ഇവളും പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് ഇവൻ നിനക്ക് എനിക്ക് എന്തെങ്കിലും നിന്നോട് പറയാനുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അത് പിന്നെ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. ആ ഒരു സമയത്ത് ഇവൻ ആ ഒരു കാര്യങ്ങൾ തുറന്നു പറയാലോ എന്ന് വിചാരിച്ച് അത് ചോദിക്കുമ്പോൾ ഇവള് ഓ നിങ്ങൾ പറയാൻ വന്നത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, ഞാനത് നേരത്തെ അറിഞ്ഞതാ എന്ന് പറയുമ്പോൾ ഇവൻ നല്ല ടെൻഷനായിട്ട് നീ ശരിക്കും അറിഞ്ഞോ, അറിഞ്ഞിട്ടോ നീ ഓക്കെ ആണോ എന്ന് മറ്റേ ആ ഒരു കാര്യം വെച്ച് ചോദിക്കുമ്പോൾ ഇവള് അതെ ഓക്കെയാണ്, നിങ്ങൾ ക്യാൻറ്റീനിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ചിക്കൻ സൂപ്പ് ട്രൈ ചെയ്യുന്ന കാര്യമല്ലേ ഉദ്ദേശിച്ചത്, ഞാനത് എല്ലാവരോടും പറഞ്ഞോളാം, നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് പോവാം എന്ന് പറയുമ്പോൾ ഇവൻ ആനക്കാര്യം പറയാൻ വരുമ്പോഴാണ് ഇവളുടെ ചേനക്കാര്യം. സോ ഇവൻ അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും കൂടെ വന്നിരുന്ന ഉച്ചയ്ക്ക് ആ ഒരു ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പക്ഷെ ഇവന്റെ മനസ്സിൽ ഫുള്ള് ടെൻഷനാണ്. ഇവരും എല്ലാവരും തന്നെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ആന്റിക്കാണെങ്കിൽ ആ ഒരു ഫുഡും കാര്യങ്ങളൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ അവരും അത് പറയാൻ തുടങ്ങുകയാണ്. ഒരു ഗോസിപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ ഉറക്കെ പറയുന്നില്ല. അപ്പുറത്തെ ഹിയോ ഇരിക്കുന്നുണ്ടല്ലോ. സോ അതിന്റേതായിട്ടുള്ള രീതിയിൽ പയ്യെ പറയുകയാണ് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട്. അതായത് ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ 2 ദിവസം മുന്നേ മറ്റൊരു സ്ത്രീയായിട്ട് കുറച്ച് മോശമായിട്ട് ഇവര് കാണുകയുണ്ടായി. അതും പബ്ലിക്കായിട്ട് അവര് കിസ് ചെയ്യുന്നതൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവര് അപ്പോ അത് ഫ്രണ്ടിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അത് ഹിയും കേൾക്കാണ് ആ ഒരു കാര്യം. ഇവന്റെ തലയിലൂടെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ പ്രശ്നമാണല്ലോ ഇവര് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിയും ഒരു ചെയറും എടുത്ത് ആ ഒരു സ്റ്റോറി കേൾക്കാനായിട്ട് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്തായി നിങ്ങൾ ആ ഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആന്റി ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട്. അവൾ ഏത് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് സ്ത്രീയുടെ വീക്ക്നെസ് അല്ലേ. ചിലപ്പോ ആ വ്യക്തിക്ക് സ്വന്തം ഹസ്ബൻഡ് ഇങ്ങനെ പോകുന്നത് താങ്ങാൻ പറ്റുന്നവരില്ല. അവരുടെ കുടുംബജീവിതമല്ലേ ഞാൻ അവിടെ തകർക്കുന്നത്. ചിലപ്പോൾ അത് കേട്ട് അവൾ വല്ല കടങ്ങുകയും ചെയ്തു കഴിഞ്ഞാലോ എല്ലാം നമ്മുടെ തലയ്ക്ക് വന്ന് വീഴില്ലേ. മാത്രമല്ല ചിലപ്പോൾ ഞാൻ പറയുന്നത് അവൾ വിശ്വസിക്കണമെന്ന് പോലും ഇല്ല. അവളായിട്ട് അത് എന്ന് മനസ്സിലാക്കുന്നോ അന്ന് അവളായിട്ട് തന്നെ അവളുടെ തീരുമാനം എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഹിയോനും അത് ശരിയായിട്ട് തോന്നുകയാണ്. പക്ഷെ ഇവളുടെ കാര്യം ഓർത്ത് ഇവന് നല്ല വിഷമമുണ്ട്. ഇവള് ഒന്നും അറിയാതെ ചതിക്കപ്പെടുന്ന ഒരു വൈഫായിട്ടാണല്ലോ ഇവന്റെ കണ്ണില് തോന്നുന്നത്. അതിനുശേഷം ഇപ്പോ ഹിയോന്റെ അമ്മയ്ക്ക് അവരുടെ കാലും കാര്യങ്ങളൊക്കെ കുറച്ച് ഓക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൂമിലിരുന്ന് ബോർ അടിക്കുന്നത് കൊണ്ട് ഇവർ പുറത്തേക്ക് ചെറുതായിട്ട് നടക്കാനൊക്കെ ഇറങ്ങാണ്. പക്ഷെ ഇവർക്ക് ഒന്ന് ഇരിക്കണം എന്ന് തോന്നിയാൽ പോലും സഹായിക്കാനായിട്ട് ആരുമില്ല. ഇവരാണെങ്കിൽ നേഴ്സിനോട് കൂടെ വരണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ നല്ലോണം ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് ഇവർ നോക്കുമ്പോൾ ഇവരുടെ അതേ ഏജിലുള്ള ഒരു ഭാര്യയും ഭർത്താവും. ആ ഒരു ഭർത്താവ് ആണെങ്കിൽ ആ ഒരു ഭാര്യയെ വളരെ കെയറോട് കൂടിയാണ് കൊണ്ടു നടക്കുന്നത് കാണുന്നത്. ഇവർക്കും ഒരു ഭർത്താവ് ഉള്ളതാണല്ലോ. പക്ഷെ അയാളാണെങ്കിൽ ഇവരെ ചതിച്ച ഒരു വ്യക്തിയാണ്. ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കേണ്ട പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തന്നെ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അയാൾ ചെയ്തു പോയി തെറ്റിന് ക്ഷമ പോലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര നിരാശയില് ആ ഒരു സ്ഥലത്തൊന്നും ഇരിക്കുന്നില്ല, മാറിപ്പോയി വന്നിരിക്കുകയാണ്. പക്ഷെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ ദാരയുടെ അമ്മ അവിടെ ടിവിയും കാര്യങ്ങളൊക്കെ കണ്ട് ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്നത്. സോ അവിടെ ഹിയോന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ട് വന്ന് ഇരിക്കുന്നത് കണ്ട് ഇവരാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്ന് അവർ വിഷമത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവർക്ക് കഴിക്കാനായിട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നു. പക്ഷെ ഈ ലേഡി ആണെങ്കിൽ തനിക്കത് വേണ്ട എന്ന് പറയുമ്പോഴും ദാരിയുടെ അമ്മ അത് അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഇവർ പണ്ട് സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലോ. ആ ഒരു കാര്യം ദാരിയുടെ അമ്മ കാണുകയാണ്. ഇവർക്കും അത് ഭയങ്കര ഒരു നാണക്കേടാവുന്നു. പെട്ടെന്ന് ദാരിയുടെ അമ്മയും ക്ഷമ ചോദിച്ചിട്ട് എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ പലതവണ ആത്മഹത്യ ചെയ്താലോന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് ഒരിക്കൽ പോലും അത് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് പിന്നെ ആരുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇവരുടെ മകനെ കുറിച്ച് ആലോചിക്കാതെ ആണല്ലോ അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ പോയത് എന്ന രീതിയിലായിരിക്കുമല്ലോ അവർക്കത് ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊട്ട് ഇഷ്ടപ്പെടുന്നില്ല. എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ദാരിയുടെ അമ്മ പെട്ടെന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഹിയോന്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെയാണ് നിങ്ങളുടെ സ്റ്റോറി എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് അത് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് ഇതായിട്ട് അവിടെ നിന്ന് പോവാണ്.
അവർ ഒന്നാമത് തലയ്ക്ക് ഭ്രാന്തെടുത്തിട്ടാണല്ലോ അവിടെ വന്നിരുന്നത്. സോ ദാരിയുടെ അമ്മ പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കൃഷി ഇതായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അത് ദാരിയുടെ ബോസിന്റെ അമ്മയാണ് എന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കറിയില്ല. അതിനുശേഷം വു ആണെങ്കിൽ ദാരിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ദാരി അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റുന്നു. ഇവളും നീ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവളെ എടുത്ത് കാണിക്കുന്നത്. ഇവളും അതൊക്കെ കണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലോഷൻ ഉണ്ട്. സോ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവളും അത് ഇവരുടെ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ്, ഒരു ബേബി ലോഷൻ ആണ്. അതുകൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് പറയുമ്പോൾ, അതായത് ജൂണിന്റെ ബോഡിയിൽ ട്രൈ ചെയ്തിട്ട് വൂനോട് അഭിപ്രായം പറയാൻ പറയുമ്പോൾ വൂ അതെന്തിനാ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവന്റെ ബോഡിയിൽ അതെടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. കാരണം ഇവൻ ജൂണിന്റെ ബേബി ലോഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവന്റെ സാധനം തന്നെയാണ് ഇവനും യൂസ് ചെയ്യാറുള്ളത്. സോ അത് പറഞ്ഞിട്ടാണ് ഇവൻ അതെടുത്ത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, സ്മൂത്തിങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഇവളാണെങ്കിൽ ഇത് അഡൽട്ടിന്റെ ദേഹത്ത് യൂസ് ചെയ്യുമ്പോൾ ബേബിയുടെ ദേഹത്ത് യൂസ് ചെയ്യുന്ന പോലെയുള്ള സ്മെല്ലാണോ ഉള്ളത്, അത് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവന്റെ കൈ പിടിച്ച് നോക്കാണ്. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ബട്ടർഫ്ലൈസ് പറക്കാനായിട്ട് തുടങ്ങാണ്. ഇവളും അത് മണത്ത് നോക്കിയിട്ട് ഒരു ബേബിയുടെ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഈ ലോഷന് അഡൾട്ടിന്റെ ദേഹത്ത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിന് കുറച്ച് സെന്നിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവിടെ യാങ്ങിന്റെ പാരന്റ്സിനാണെങ്കിൽ ഇനിയും ഇവളെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവളെ ഫോട്ടോഗ്രാഫറായിട്ട് വൂനെ തന്നെ സെലക്ട് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ പാരന്റ്സിനാണെങ്കിൽ അത് ഓക്കെ അല്ല. അബ്രോഡൊക്കെ പോയി പഠിച്ചിട്ട് വന്ന ഏതെങ്കിലും ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളെ ചൂസ് ചെയ്യാനായിട്ടാണ് ഇവളോട് പറയുന്നത്. അതായത് ഭയങ്കര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളെ ചൂസ് ചെയ്യാനായിട്ടാണ് ഇവളോട് പറയുന്നത്. സോ ഇവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പാരന്റ്സ് എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഇവൾക്കൊരു ബുദ്ധി തോന്നിയിട്ട് എനിക്ക് ആ ഒരു ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടുത്തി തന്നത് ഹിയു ആണ് എന്ന കാര്യം പറയാണ്. സോ അത് കേട്ട് അച്ഛനെ പെട്ടെന്ന് മൈൻഡ് മാറിയിട്ട് ഹിയു തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ അതിലെന്തായാലും എന്തെങ്കിലും ഗുണം ഉണ്ടായിരിക്കും. പുള്ളിക്കാരനെ ഇവർക്ക് അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മാത്രമായിരിക്കും ഹിയു അവനെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ നോ പറയുന്നില്ല എന്ന് പറയുകയാണ്. അതായത് ഹിയോ ഇവളുടെ ഫിയാൻസി ആണല്ലോ, കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരുടെയും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇവളുടെ അച്ഛൻ ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നു, നോ പറയുന്നില്ല. അതിനുശേഷം വൂനാണെങ്കിൽ ഇന്ന് ദാരിയുടെ കമ്പനിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരുങ്ങുന്നതിനേക്കാൾ അധികം ഇവൻ ഒരുങ്ങിയിട്ടാണ്. മാത്രമല്ല ഒരു പെർഫ്യൂമും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ട്, അതായത് ദാരിയെ ഒന്ന് ഇംപ്രസ് ചെയ്യുക എന്ന രീതിയിൽ ആണ് വു ഓഫീസിലേക്ക് ഒരുങ്ങി വരുന്നത്. പക്ഷെ കറക്റ്റ് അങ്ങോട്ടേക്ക് യാങ്ങും എത്തുകയാണ്. ഇവളും ഡിഫറന്റ് ലുക്കിൽ ഇവനെ എന്ന് കാണുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്കത് ഭയങ്കരമായിട്ട് ബോധിക്കാണ്. അതുകൊണ്ട് തന്നെ വു ദാരിയുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ യാങ് ഇവനോട് പറയാണ്. ഇവൻ ഈ ഡ്രസ്സിൽ കാണാൻ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, എനിക്ക് പോലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ അന്ന് ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നല്ലോ, അതിന്റെ ബാക്കിയായിട്ട് ഇനി എന്നാ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ഇന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇന്ന് എന്തായാലും പറ്റില്ല എന്ന് പറയാൻ വരുമ്പോൾ ഇവള് ഭയങ്കര സാഡായിട്ട് അല്ലെങ്കിൽ രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവർക്ക് എന്താ ഉപകാരം എന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ പിണക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഓക്കെ പറയുകയാണ്. പക്ഷെ അതിനുശേഷം ഇവര് രണ്ടുപേരും ഒരുമിച്ച് മുകളിലേക്ക് വരുന്നത് നേരെ ഹിയുവിന്റെ മുന്നിലേക്കാണ്. സോ ഹിയും ഇവരെ കണ്ട് ഷോക്കായി, നിങ്ങള് ഒരുമിച്ചാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഇല്ല, ഞങ്ങള് താഴെ ഫ്ലോറിൽ വെച്ച് കണ്ടുമുട്ടിയതാ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് ഒരുമിച്ച് കയറി പോവാണ്. പക്ഷെ അവരങ്ങനെ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ലിഫ്റ്റിൽ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ഇമാജിനേഷൻ ചെയ്ത് നോക്കാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ദാരിയെ വു ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ആ ഒരു കാര്യം ഇവന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വു യാങ്ങും വന്ന് ഒരുമിച്ചാണ് ഇരുന്നത്. പക്ഷെ ഈ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവളെ വലിച്ചു കളഞ്ഞിട്ട് ഇവന്റെ അടുത്ത് ആ ഒരു സീറ്റിൽ കയറി ഇരിക്കുകയാണ്. നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കും, ഇത് എന്റെ സീറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ആ ഒരു മീറ്റിംഗ് തുടങ്ങുകയാണ്. വു എടുത്തിട്ടുള്ള ഫോട്ടോസിൽ ഏതൊക്കെയാണ് പ്രസന്റേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ആ സമയത്ത് യാങ് ആണെങ്കിൽ ഇവളുടെ കാലുകൊണ്ട് വുവിനെ തോണ്ടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു കാര്യം ഹിയോ കാണുന്നു. മുന്നേ പ്രൈവറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണല്ലോ ദൈവമേ പബ്ലിക്കായിട്ട് ഇവര് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ദാരി കാണാൻ പാടില്ല എന്ന് വിചാരിച്ച് ഇവനത് അവളെ മറച്ച് ഇരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇവളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു പെയിന്റിങ് കാര്യങ്ങളൊക്കെ താഴെ പോകുമ്പോൾ അതുപോലും ഇവളെ കൊണ്ട് ഇവൻ എടുപ്പിക്കുന്നില്ല. കാരണം അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവളെ കാണാതിരിക്കാനായിട്ട് ഇവൻ തന്നെ എടുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോകുന്നു. പക്ഷെ ദാരി ആണെങ്കിൽ കഴിക്കുന്നില്ല, എനിക്ക് വയറിന് എത്ര പോരാ, ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ വു ആണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ പോയി നിനക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇവൻ ഓൾറെഡി തന്നെ യാങ്ങിനോടൊപ്പം ഇന്ന് അവളോടൊപ്പം പോവാന്ന് വാക്ക് കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ കടുപ്പിച്ച് നോക്കുമ്പോൾ ഇവന് നോ പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവര് തമ്മിലുള്ള ആ ഒരു കൈമാറ്റങ്ങളൊക്കെ തന്നെ ഹിയോ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. സോ വു ദാരിയോട്
യഥാർത്ഥ കാരണം പറയുന്നില്ല, എനിക്ക് പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദാരി നോർമലായിട്ട് തന്നെ ഇവനോട് പോകാനായിട്ട് പറയാണ്. അപ്പോൾ ഹിയോ ആണെങ്കിൽ അവിടെയും അവരെ ബ്ലോക്ക് ചെയ്യാനായിട്ട്, ആ ഒരു കൂടിക്കാഴ്ച ബ്ലോക്ക് ചെയ്യാനായിട്ട് ഹിയോ യാങ്ങിനോട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇവളാണെങ്കിൽ ഇല്ല, എനിക്ക് വേറെ ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇപ്പൊ സമയമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒരുമിച്ച് ഇറങ്ങി പോവുകയാണ്. ഒരു വൈഫിന് വയ്യ എന്ന് അറിഞ്ഞിട്ട് പോലും വു ആണെങ്കിൽ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ഫ്ലർട്ടിംഗ് നടത്താനാണ് പോയത് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ ഇവളുടെ കാര്യം ഓർത്ത് ഇവന് നല്ല വിഷമമുണ്ട്. ഇവൾക്ക് അതൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഇവൾക്ക് നല്ല വേതനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവൾക്ക് ആവശ്യമായിട്ടുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പക്ഷെ ആ സമയം തന്നെയാണ് ഇവള് അപ്പോ ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നത്തിന് എന്താണ് കഴിക്കേണ്ടത് എന്ന് ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഇവളെ തപ്പിക്കൊണ്ടിരുന്ന അതേ സാധനം തന്നെയാണ് ഹിയോ ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതും. ഒരു പ്രത്യേക കഞ്ഞിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവൻ പറയുന്നത് ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോ മാറിപ്പോയത്, ഇതെനിക്ക് കഴിക്കാൻ പാടില്ല, അലർജിയാ, ഇതിപ്പോ വേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവൾക്ക് ഇത് കൊടുത്തിട്ട് പോകുന്നത്. അല്ലാതെ ഇവൾക്ക് വയ്യാത്തത് കൊണ്ട് നീ വേറൊന്നും കഴിക്കണ്ട, ഇത് കഴിച്ചോ വേദന മാറും എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവൻ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം കൊണ്ടുവന്ന് നൽകിയത് കൊണ്ട് തന്നെ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. മാത്രമല്ല ഈവനിങ് ആകുമ്പോൾ എല്ലാവർക്കും ഇവൻ ജിഞ്ചർ ടീയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാണ്. പക്ഷെ അത് കണ്ട് എല്ലാരും ഇത് കോഫി അല്ലേ, ഇതെന്തിനാ ജിഞ്ചർ ടീ വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോ അത് ഓഫറിന് കിട്ടിയതാണ്, പൈസ കളയേണ്ടി വന്നില്ല, അങ്ങനെ വാങ്ങിച്ചതാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവൾക്ക് ഇത് ഭയങ്കര അർജന്റ് ആണല്ലോ ഇപ്പോ. സോ ഹിയോ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവൾക്ക് മാത്രമായിട്ട് അത് വാങ്ങി കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ഇവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവൻ അത്രയും സിൻസിയർ ആയിട്ടും കെയറിംഗ് ആയിട്ടാണല്ലോ ഇവളോട് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവൾക്കും ചെറുതായിട്ട് എന്തൊക്കെയോ സ്റ്റാർട്ട് ആവുന്നു. അതിനുശേഷം ഹിയോ ഈ കാര്യങ്ങളൊന്നും ഇനി നേരെ ചൊവ്വേ പോവില്ല എന്ന് മനസ്സിലാക്കി തന്നെ ഇപ്പോ യാങ്ങിനെ കാണാനായിട്ട് ഇവളുടെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് നീ മീറ്റിംഗ് കഴിഞ്ഞ പെട്ടെന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എനിക്ക് ഒരാളോട് ഒരു ക്രഷ് ഉണ്ട്, അതെന്റെ പാരന്റ്സിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ മാരേജ് നടക്കില്ല എന്ന് പറയാൻ വരുമ്പോ ഹിയോ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, നിനക്കെന്താ ബോധമില്ലേ, അവൻ മാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുള്ള വ്യക്തിയാണ്, ഞാൻ നിന്നെ അവനെയും ഒരുമിച്ച് കണ്ടതാണ്, നിങ്ങൾ കിസ് ചെയ്യുന്നത് കണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇവളെ ഷോക്കായി പോവാണ്. പക്ഷെ ഹിയോ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇവളെ ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും ഒട്ടും നല്ലതല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇനി ആവശ്യമില്ലാത്ത വെറുതെ ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവള് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്നോട് ഫീലിംഗ്സ് ഇല്ലെന്ന്, എന്താ നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിയോ അതുകൊണ്ട് നിനക്ക് തീ വെച്ച് കളിക്കണോ, നീ ആളുകളെ യൂസ് ചെയ്യുന്നത് ദയവേത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇവളുടെ ഫീലിംഗ്സ് റിയൽ ആണ്. താൻ ആരുടെയും ദാമ്പത്തിക ബന്ധം തകർക്കാൻ നോക്കിയിട്ടില്ല, അവർ യഥാർത്ഥ ഭാര്യയും ഭർത്താവും അല്ല എന്ന് പറയുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഇവൾക്ക് അതിന് ആവുന്നില്ല. കാരണം വു ഇവളോട് അത് സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞ കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു കാര്യത്തെ പറ്റി പറയുന്നില്ല. പക്ഷെ ഈ ആണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ഇവള് ആ ഒരു കാര്യം ചെയ്യുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് അല്ല നിങ്ങളിപ്പോ ആർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറയുന്നത്, ആര്യയുടെ കുടുംബജീവിതം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണോ നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താണ്, അവള് നിങ്ങൾക്കാരാ എന്ന് ചോദിക്കുമ്പോൾ അവള് എന്റെ ടീം മെമ്പറാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഇവളോടുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഹിയോ ആണ്, പക്ഷെ ഇവളെ മറ്റൊരു ബന്ധത്തിനായിട്ട് അനുവദിക്കുന്നുമില്ല. സോ ആ ഒരു രീതിയിൽ അവൻ കാണിക്കുന്നതൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ദാരിയാണെങ്കിൽ ഇപ്പോ ഈ ഒരു മുത്തശ്ശ മരത്തിന്റെ താഴെയാണ് ഉള്ളത്. പക്ഷെ ഇവളുടെ കയ്യിലാണെങ്കിൽ മുന്നേ ഹിയോ സൂക്ഷിച്ചിരുന്ന ഒരു ലീഫ് ഉണ്ടല്ലോ ഇവള് കൊടുത്തത്, ആ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോയതാണല്ലോ. പക്ഷെ ആ ഒരു സംഭവം അന്നേ തന്നെ ഇവള് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹിയോ ഇപ്പൊ നല്ലോണം തന്നെ ഇവളെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവനോട് സംതിങ് ഫീലിങ്സ് ഒക്കെ കുറച്ചുകൂടെ ഇതായിട്ട് തുടങ്ങി കഴിഞ്ഞു. പിന്നെ തന്നെയൊക്കെ ഒരു ചായ്വ് ഉണ്ടെങ്കിലും ഇപ്പൊ കുറച്ചും കൂടി കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ പിറ്റേന്ന് എന്നാണ് ഇവരുടെ ആ ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അച്ഛന്റെയും ബോർഡ് മെമ്പേഴ്സിനേക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഹിയോ നല്ല ടെൻഷനിൽ ഇരിക്കുന്ന സമയം തന്നെ ഇവളും ഇവന്റെ അടുത്തേക്ക് വീണ്ടും ആ ഒരു ലീഫുമായിട്ട് ചെല്ലാണ്. പുതിയത് ആ ഒരു 4 ഇല വരുന്ന സംഭവം ഇവളെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും. സോ ഇവൻ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആയിട്ട് വരാൻ വേണ്ടി ഒരു ശുഭ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അത് ഇവള് നൽകുന്നത്. ഇവന് വലിയ സന്തോഷത്തിൽ തന്നെ അത് സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ആ ഒരു മീറ്റിംഗ് തുടങ്ങാനായിട്ട് പോകുമ്പോഴേക്കും ഈ ഒരു മാനേജർ ആണെങ്കിൽ വീണ്ടും ഞങ്ങളുടെ ടീം എന്തായാലും വിജയിക്കാൻ പോകുന്നുള്ളൂ, തിരിച്ചിറങ്ങുമ്പോഴും നിന്റെയൊക്കെ മുഖത്ത് ഈ സന്തോഷമൊക്കെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവര് തളരുന്നില്ല, എന്തായാലും നമ്മൾ വിജയിച്ചിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇവരും അങ്ങോട്ടേക്ക് പോകുന്നത്. സോ ഇവരുടെ ആ ഒരു പ്രസന്റേഷൻ തുടങ്ങാണ്. ജിഹി ആണെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഒരു ട്രയൽ എന്ന രീതിയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവള് നടത്തി. അവരോടൊക്കെ ഈ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാകാനായിട്ട് എഗ്രിമെന്റും കാര്യങ്ങളും ഉൾപ്പെടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ ഓക്കെ പറയുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം വർക്ക് ചെയ്യും, നമ്മുടെ ബ്രാൻഡ് ഗ്ലോബൽ തലത്തിലേക്ക് ഉയരുകയും ചെയ്യും, നമ്മുടെ സെയിൽസും കാര്യങ്ങളും വർദ്ധിക്കും എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണ്. അച്ഛനും നല്ലോണം തന്നെ ബോധിക്കുന്നു. അതിനുശേഷം ഹിയോന്റെ അവസരമാണ്. ഹിയോ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പൈസ കൊടുത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനോട് എനിക്ക് യോജിപ്പ്. കാരണം ഒരു പാരന്റ്സും കുട്ടികളുടെ പ്രോഡക്ട്സ് പൈസ കൂടുതലാണ് എന്ന് കരുതി മാത്രം വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല. അവരവരുടെ കുട്ടിയുടെ ഹെൽത്ത് വേണ്ടിയിട്ട് മാത്രമായിരിക്കും വീണ്ടും വീണ്ടും വാങ്ങാൻ സാധ്യതയുള്ളതും കൂടുതൽ പേരിലേക്ക് എത്താൻ സാധ്യതയുള്ളതൊക്കെ. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് അത്രയും ഗുണനിലവാരത്തിലാണ് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഭാവിയും കൂടി സുരക്ഷിതമാക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഇവന്റെ ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഇവർക്ക് മുന്നിൽ ഷെയർ ചെയ്യുകയാണ്. ഇവൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരു മരവും കാര്യങ്ങളൊക്കെ ഇവന്റെ പേരിൽ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നല്ലോ. സോ അതിന്റെ അന്നത്തെ രൂപവും ഇന്നത്തെ രൂപവും തമ്മിൽ ഇവർക്ക് മുന്നിൽ ഷെയർ ചെയ്യുകയാണ്. അത് ഇവന്റെ ലൈഫിൽ തന്നെ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. സോ ആ ഒരു മരം വളർന്ന് ഇപ്പൊ 10-20 വർഷങ്ങൾക്ക് ശേഷമുള്ള രൂപങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത് തീർച്ചയായും ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഏതൊരു പാരന്റും അവരുടെ കുട്ടിയുടെ ഭാവിയുടെ സുരക്ഷിതത്വം ചിന്തിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഇതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ഓട്ടോമാറ്റിക്കലി തന്നെ മറ്റുള്ളവരിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ഓരോ കാര്യങ്ങളായിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. ഈ ഒരു ആന്റിമാരായാലും ഈ ഒരു പെൺകുട്ടി ആയാലും അതുപോലെ തന്നെ ദാരി ആയാലും ഒക്കെ തന്നെ. സോ അവരുടെ ആ ഒരു ആശം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ഈ ഒരു മാനേജർ പോലും അറിയാതെ കൈയടിച്ചു പോവുകയാണ്. അത്രയും നന്നായിട്ടാണ് ഹിയോ ആ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. അച്ഛൻ പോലും ഇവന്റെ ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കണ്ട് ഷോക്ക് ആവുന്നു. സോ ഹിയോന്റെ ആ ഒരു പ്രോജക്റ്റ് തന്നെയാണ് എല്ലാവരും അവിടെ സെലക്ട് ആക്കുന്നത്. അതിനുശേഷം എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ ടീം മെമ്പേഴ്സ് ഒന്നും തന്നെ ജയിച്ചിട്ട് പോലും ഈ ഒരു മാനേജറിന്റെ ടീമിനെ കളിയാക്കാനോ ഒന്നിനും പോകുന്നില്ല. അയാളും ഒന്നും മിണ്ടാതെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഹിയും നേരെ ചൊവ്വേ അല്ല, അല്ലെങ്കിൽ നല്ല മനസ്സോടെ അല്ല എങ്കിൽ പോലും ഹിയോനോട് വന്ന കൺഗ്രാചുലേഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ഇവർക്കെല്ലാം തന്നെ ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് എന്തായാലും വിജയിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാരിയാണെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഹിയോ നിനക്ക് സുഖമില്ലാത്തതല്ലേ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാരി അതൊന്നും കുഴപ്പമില്ല, ഇന്ന് ഞാൻ എല്ലാ മെഡിസിൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് നല്ലോണം കുടിക്കണം എന്ന് പറഞ്ഞ് അവള് നല്ലോണം തന്നെ കുടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനെ പുകഴ്ത്തി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ദാരിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ സ്പൂൺ തലയിൽ പോവാണ്. ഇവളും അത് എടുക്കാനായിട്ട് കുനിയുമ്പോൾ ഹിയോ ആണെങ്കിൽ ഇവളുടെ തലയും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവൻ ഭയങ്കര ഒരു കെയറിങ് കാണിക്കുകയാണ്. അതൊക്കെ കണ്ട് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ എത്രത്തോളം ഇവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എന്ന കാര്യം. അതുപോലെ തന്നെ ഇവിടെ യാങ് ആണെങ്കിൽ മറ്റൊരു ബാറിലേക്ക് വൂനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആണ്. അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു സെറ്റപ്പിൽ വൂനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സോ ഇവന് വീണ്ടും വേറെ വഴിയില്ലാതെ തന്നെ ഇവൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തു കൊടുക്കുന്നു. അവളുടെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവൻ അടുത്ത് വന്ന് അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ഇവനോടുള്ള ഫീലിങ്സ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഇവർക്കാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹിയോ ആണെങ്കിൽ ഇവളോട് മുന്നേ തന്നെ ഒരു ഫിഷിന്റെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ അലർജിയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇവൾക്ക് ആ ഒരു ഫുഡ് അന്ന് വയറുവേദനയുടെ സമയത്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ അതേ ഫിഷ് ആണെങ്കിൽ ഒരു കൂസലില്ലാതെ എടുത്ത് കഴിക്കുകയാണ്. അതും ഇവളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഓർക്കാതെ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് കണ്ട് ഇവൾക്ക് അന്ന് ഹിയോ മനഃപൂർവ്വം തന്നെയാണ് തനിക്ക് ആ ഫുഡ് വാങ്ങിച്ചു തന്നത് എന്ന് ഇവൾക്ക് ഇപ്പൊ കൺഫേം ആയിട്ട് മനസ്സിലാവുകയാണ്. അപ്പോൾ നേരത്തെ മറ്റേ അഫെയറിന്റെ സ്റ്റോറി പറഞ്ഞ ആ ഒരു ആന്റി ഉണ്ടല്ലോ, ആ ഒരു ആന്റിയുടെ എല്ലാരും അല്ല നീ നിന്റെ ഫ്രണ്ടിനോട് അവളുടെ ഹസ്ബൻഡ് ചീറ്റിയാണ് എന്ന കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ആന്റി ഇല്ല, അത് എനിക്കൊരു ചാൻസേ കിട്ടിയില്ല. പക്ഷെ ആ ബാസ്റ്റേഡ് ഓൾറെഡി തന്നെ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ അവൾ അതൊക്കെ അറിഞ്ഞിട്ട് പോലും അവൻ ഇപ്പോഴും ഡിവോഴ്സ് കൊടുക്കാനോ ഒന്നിനും തയ്യാറായിട്ടില്ല. അവൾക്ക് അവനെ പിരിയാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ദാരി എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ അയാളെ പിടിച്ചു വെച്ചേക്കുന്നത്, വിട്ടുകൊടുത്തൂടെ, ഇനി അയാൾ അവരെ സ്നേഹിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ എന്തിനാ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോ ഹിയോനെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറഞ്ഞാലോ എന്നൊരു തോട്ട് വരികയാണ്. ഇവള് ഇപ്പൊ കൂൾ മൈൻഡിലാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അത് വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലതുപോലെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാരിക്ക് മെസ്സേജ് അയച്ച് നീ ജോലി കഴിഞ്ഞ് ഇറങ്ങിയോ, ഞാൻ പിക്ക് ചെയ്യാൻ വരണോ എന്ന് ചോദിച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നു. പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നമുക്ക് പിന്നെ കാണാം, ബാക്കിയുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ പിന്നെ എടുത്തു തരാം എന്ന് പറയുമ്പോൾ യാങ് ഭയങ്കര ഫീൽ ആയിട്ട് ഇല്ല ഞാൻ ഇന്നത്തേക്ക് ഈ സ്ഥലം ഫുള്ള് റെന്റിന് എടുത്തിരിക്കുകയാണ്, നമുക്ക് ഇനി ഒരുപാട് ഫോട്ടോസ് എടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും, അതായത് അവനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബു ആണെങ്കിൽ ഇല്ല ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അടുത്തോളം ഞാൻ എന്തായാലും എടുത്തു നിൽക്കാം എന്ന് പറഞ്ഞ് ഇവളെ തനിച്ചാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവൾക്കത് നല്ല വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എല്ലാവരും നല്ലതുപോലെ കുടിച്ച് ബോധം കിട്ട് ടാക്സിയും കാര്യങ്ങളൊക്കെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെല്ലാം പോയതിനു ശേഷമാണ് ദാരി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവൾ എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. പക്ഷെ ഓൾറെഡി തന്നെ എല്ലാവരും പോയി കഴിഞ്ഞു. സോ ഹിയോ ആണെങ്കിൽ ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇനി എന്തായാലും ഈ അവസ്ഥയിൽ ഇവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഇവൻ വീണ്ടും ഇവൾ കൊടുത്ത ആ ഒരു ലീഫ് ഉണ്ടല്ലോ അത് അവന്റെ ആ ഒരു പൗച്ചിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കണ്ട് ഇവള് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്ന, ഇതിന്റെ ലക്കോണ്ടാണ് നിങ്ങളെ ജയിച്ചത്, ഞാനാ നിങ്ങളെ വിജയിക്കാൻ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുമ്പോ ഇവൻ ചിരിച്ചിട്ട് ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവള് നല്ലോണം വെള്ളം അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ മുഖത്ത് നോക്കി നിങ്ങൾ നല്ലൊരു വ്യക്തി തന്നെയാ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവളുടെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവള് അറിഞ്ഞേക്കുന്നത് എന്നാണ്. ശരിക്കും അതൊക്കെ മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ ഞാനെല്ലാം മനസ്സിലാക്കി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നൈസായിട്ടാണ് എന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ഇവള് സംസാരിക്കുന്നത് ഇവന്റെ ആ ഒരു കെയറിങ്ങിനെ പറ്റിയാണ്. സോ അതൊക്കെ പറഞ്ഞിട്ട് ഇവള് അതൊന്നും ശരിക്കും പറഞ്ഞാല് ഞാൻ അർഹിക്കുന്നേ ഇല്ല, നിങ്ങള് വളരെ നല്ലൊരു വ്യക്തിയാണ്,
നല്ലൊരു പേഴ്സൺ ആണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നോട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല. നിങ്ങൾ എന്നോട് ഒരുപാട് കെയറിംഗ് ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര ഇമോഷണൽ ആയിട്ടും റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ ഇവന്റെ അടുത്തേക്ക് കിസ് ചെയ്യാനായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഹിയും ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവള് ബോധം പോയി ഇവന്റെ തോളിലേക്ക് വീഴുകയാണ്. സോ അങ്ങനെ അവരവിടെ കുറച്ച് സമയം ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ദാരി ഇപ്പോൾ വൂവിന്റെ വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൂ ആണെങ്കിൽ ഇവൻ വിളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവള് ഫോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ട് നീ ഇന്നലെ എങ്ങനെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ടാക്സിയിലായിരിക്കും വന്നത് എന്ന് പറയുകയാണ്. ഇവൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല. ടാക്സിയിലാണ് എന്ന് പറയുമ്പോൾ ഇവനെ കുറച്ച് സമാധാനമാവുന്നു. എന്തായാലും ഹ്യൂവിന്റെ കൂടെ അല്ലല്ലോ എന്ന് ഓർത്തിട്ട് അതിനുശേഷം ഇവള് ഇപ്പോൾ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവള് ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നോക്കുമ്പോൾ കുറച്ച് മോശമായിട്ടൊക്കെ, അതായത് ഇവളുടെ ഉള്ളിലെ ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്ന കാര്യം ഓർമ്മ വരുന്നത് ഹിയുവിന്റെ അടുത്ത്. അങ്ങനെ ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നാണക്കേടാണല്ലോ. സോ ഇവൾ അവനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏകദേശം ഇവൾക്ക് ഇപ്പൊ ഓർമ്മ വരികയാണ്. അവനെ കിസ് ചെയ്യാൻ വരെ ഇവളായിട്ട് പോയല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾ ആ ഒരു മീറ്റിംഗിലൊന്നും പങ്കെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ഹിയു അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളെ കണ്ട് ഇവൻ വലിയ മൈൻഡൊന്നും ഇല്ലാതെ പോകാൻ തുടങ്ങുമ്പോൾ ഇവള് സാർ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇവന് ഓർമ്മയുണ്ടോ എന്ന് ഇവളെ എങ്ങനെ ചോദിക്കുന്ന ഇവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഇന്നലെ ഇന്നലെ ഞാൻ ടാക്സിയിലാണോ വീട്ടിൽ പോയത്? അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളാണോ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്താ നിനക്ക് ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ പൈസ കൊടുത്തെങ്കിൽ അത് ഞാൻ തിരിച്ചു തന്നേക്കാം എന്ന് പറയുമ്പോ ഇവൾക്കൊന്നും ഓർമ്മയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവന് എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഞാനും എല്ലാം മറന്നുപോയി, ഒരു കാര്യം പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇവൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇപ്പൊ നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇവനത് ഓർമ്മയില്ല എങ്കില് ഇവൾക്ക് നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷെ അവള് പറഞ്ഞ ഒരു വാക്ക് പോലും ഹിയു മറന്നിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ജിഹി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്. അച്ഛന്റെ മുന്നിൽ വീണ്ടും നല്ല വിളയാവാൻ കിട്ടിയ ഒരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവൾക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ അപ്പോഴേക്കും ഇവളുടെ മാനേജർ ആണെങ്കിൽ മാഡം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുണ്ട്, ദൈവം നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ഇവളെ കാണിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി ദാരിയും ഹിയും ഒരുമിച്ചായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ഫോട്ടോ ഇയാളുടെ ടീം മെമ്പറിലുള്ള ഒരാൾക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് ഒരുപാട് ദൂരെ നിന്ന് എടുത്തതായതുകൊണ്ട് തന്നെ ഒരു ക്ലിയറും കാര്യങ്ങളും ഇല്ല. ഇവൾക്ക് പോലും അത് അവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഫേസും കാര്യങ്ങളും ക്ലിയർ അല്ല, അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിയുവിന് പണിയെടുക്കാനായിട്ട് ഇതും കൊണ്ട് അച്ഛന്റെ അടുത്തെങ്ങാനും പോവുകയോ അല്ലെങ്കിൽ പുറത്തു വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഊരി പോരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനേജറിനോട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവരെ ഫോളോ ചെയ്യാനായിട്ട് ഏർപ്പാട് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ ദാരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണല്ലോ, ഹിയു ചെയർമാന്റെ മകനും. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇവരുടെ കമ്പനിക്ക് അത് വലിയൊരു നാണക്കേടൊക്കെ തന്നെയാണ്. അച്ഛൻ അവനെ അടിച്ചു പുറത്താക്കാൻ വേറെ ഒരു റീസണും വേണ്ട. സോ അതാണ് ഇവളുടെ അടുത്ത ഉദ്ദേശം. സോ അതിനുശേഷം അന്ന് കഴിഞ്ഞ ഹിയു ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ദാരു മാത്രം പോയിട്ടില്ല, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. ഇവളാണെങ്കിൽ നല്ലോണം വയ്യാതെയും കൂടി ഇരിക്കുകയാണ്. അപ്പോ ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്ന് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നാളെ പ്രസിന് കൊടുക്കാനുള്ള ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുകയാണ്, അത് കുറച്ചുകൂടെ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനോട് പോകാനായിട്ട് പറയുമ്പോൾ ഹിയോ ഇത് ഒരുപാട് സമയം എടുക്കില്ലെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ് ഇവൻ നോക്കുമ്പോൾ അതിൽ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവൻ തന്നെ അവൾക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ആ ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ വേറൊരു ഫയലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തുള്ളിൽ ഇവള് ഭയങ്കരമായിട്ട് വയ്യാതെ ആവുന്ന ഒരു സ്റ്റേജിലോട്ട് ആവുകയാണ്. ഇവൾക്ക് ഓൾറെഡി തന്നെ വയറിന് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നല്ലോ. ഇവള് മരുന്നും കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇത്രയും കാലം പിടിച്ചു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോ ഭയങ്കര സീൻ ആയിരിക്കുകയാണ്. ഹിയു പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവള് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവനോട് പോകാൻ പറയുന്നുണ്ടെങ്കിലും ഇവളെ ആ ഒരു അവസ്ഥയിൽ ഇവനെ കളഞ്ഞിട്ട് പോകാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ തൂക്കിയെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇവളെ നല്ല രീതിയിൽ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മരുന്നും ടാബ്ലറ്റും ഒക്കെ കഴിച്ച് മാത്രമാണ് പൊക്കോണ്ടിരുന്നത്. ഇവള് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അമ്മയുടെ കാര്യങ്ങളും ഇവളെ ജോലിയിൽ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണല്ലോ കയറിയിരിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഇവളുടെ ബോഡിയിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവൾക്കിപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ബോധമൊന്നും വന്നിട്ടില്ല. ഹിയു ആണെങ്കിൽ ഇവളുടെ കാര്യം ഓർത്ത് നല്ല ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇവളോടുള്ള ആ ഒരു കാര്യത്തിൽ കൂടുന്ന സമയത്ത് ഇവൻ തന്നെ ഇവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് നീ എന്റെ ടീം മെമ്പറാണ്, അതിനപ്പുറം വേറൊരു റീസണും ഇല്ല എന്നാണ്. പക്ഷെ ആ സമയത്ത് ഇവളെ വൂ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹിയു ആ ഒരു കോള് കണ്ടിട്ട് ഫോൺ ഓഫ് ആക്കി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ മാത്രം ഇവളോടൊപ്പം ഉണ്ടായാൽ മതി എന്ന രീതിയിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ പിറകെ പോയതാണല്ലോ വൂ. അതുകൊണ്ട് തന്നെ ഇവളുടെ കാര്യമൊന്നും ഹിയു വൂവിനെ അറിയുന്നില്ല. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീട്ടിൽ കാണാം.